പല പേഷ്യൻസും പല ക്ലിനിക്കുകളിൽ പോയി അലൈനർ എൻക്വയറീസ് നടത്താറുണ്ട്. അപ്പോഴൊക്കെ കോസ്റ്റ് വേരിയേഷൻസ് അവർ പറയാറുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു വേരിയേഷൻ വരാറുള്ളത് പല ക്ലിനിക്കുകളിലും പല കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട്? അത് അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുമ്പോൾ പലരും ചിന്തിക്കുന്നത് അലൈനേഴ്സ് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ബ്രാൻഡ്സും സെയിം ടൈപ്പ് ഓഫ് മെറ്റീരിയലും സെയിം പ്ലാനും ആണ് യൂസ് ചെയ്യുന്നതെന്ന്. പക്ഷെ അങ്ങനെ അല്ല കേട്ടോ. അലൈനർ ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരുപാട് വേരിയേഷൻസിലുണ്ട്, ഒരുപാട് ബ്രാൻഡ്സ് ഓഫ് അലൈനേഴ്സ് ഉണ്ട്. അവർ യൂസ് ചെയ്യുന്നതിൽ തന്നെ പല ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് പല പ്ലാൻസ് ഉണ്ട്. ഒരാളുടെ ടീത്തിനെ കറക്റ്റ് ചെയ്യാൻ തന്നെ നമുക്ക് ഒരുപാട് ടൈപ്പ് ഓഫ് പ്ലാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വേരിയേഷൻസ് വരുന്നതിനനുസരിച്ച് നമുക്ക് നമ്പർ ഓഫ് അലൈനർ ട്രേസിൽ ഡിഫറൻസ് വരും. അതേപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യുന്നതിലൊരു ഡിഫറൻസ് വരും, നമ്മുടെ കംഫർട്ട് ലെവലിൽ ഡിഫറൻസ് വരും. സോ എപ്പോഴും കോസ്റ്റ് കൂടിയത് നല്ലതാണ് എന്ന് ഞാൻ പറയുന്നില്ല. ഒരു പ്രോപ്പർ പ്ലാനിങ്ങും ഒരു നല്ല മെറ്റീരിയലും വേണം നമുക്കൊരു പ്രോപ്പർ റിസൾട്ട് കിട്ടാനായിട്ട്. അതേപോലെ തന്നെ ചില കേസസിൽ നമുക്ക് ജസ്റ്റ് ആൻറ്റീരിയർ കറക്ഷൻസ് മാത്രം മതിയെങ്കിൽ കോസ്റ്റ് കുറവായിരിക്കും ഡെഫിനറ്റ്ലി. ചില കേസസിൽ നമുക്ക് കംപ്ലീറ്റ് കറക്ഷൻസ് വേണമെങ്കിൽ ഡെഫിനറ്റ്ലി അതിൽ കോസ്റ്റ് കൂടുതലായിരിക്കും. സോ യു ഷുഡ് നോ വിച്ച് ഇസ് ബെസ്റ്റ് ഫോർ യു. അത് എപ്പോഴും ഒരു ഓർത്തോഡോണ്ടിസ്റ്റിൻ്റെ സൂപ്പർവിഷനിൽ തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. മാത്രമല്ല ബ്രേസസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അലൈനേഴ്സിന്റെ ഡ്യൂറേഷൻ കുറവ് മതിയായിരിക്കുമല്ലോ. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി ഒരു 6 monthsനുള്ളിൽ നമുക്ക് അലൈനേഴ്സിന്റെ ഒരു റിസൾട്ട് കിട്ടുമെന്ന് ചോദിക്കാറുണ്ട് പേഷ്യൻസ്. ഒരു ആവറേജ് കേസസ് ഒക്കെ യൂഷ്വലി ഒരു 6 to 7 monthsലൊക്കെ കഴിയാറുണ്ട്. ബട്ട് ദാറ്റ് ടു ഡിപ്പെൻഡ്സ് ഓൺ ദ കേസ്. ചില കേസിൽ നമുക്ക് കൂടുതൽ കറക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ടൈം എടുക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ അതിൽ ചിലപ്പോൾ കുറവുണ്ടാവാം. എന്തായാലും യൂഷ്വൽ കേസസിൽ നമുക്ക് ബ്രേസസിനേക്കാളും അത്യാവശ്യം ടൈം കുറവാണ് അലൈനേഴ്സിൽ വരുന്നത്. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുമ്പോൾ അലൈനേഴ്സിൽ ഒരുപാട് കറക്ഷൻസ് പല പല്ലിലും ഉള്ളത് നമുക്ക് ഒരേ സമയത്ത് ഒരുപാട് കറക്ഷൻസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് യൂഷ്വലി അലൈനർ ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡെന്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യുന്നത് വളരെ കുറവാണെന്ന് പറയാറുണ്ടല്ലോ. പക്ഷെ എന്നാലും എത്ര പ്രാവശ്യം വിസിറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും ഡെന്റിസ്റ്റിന്? നമുക്കൊരു ഇനീഷ്യൽ ടൈമിൽ ഒരു 2 to 3 വിസിറ്റ്സിൽ നമുക്ക് അലൈനറിൻ്റെ സ്കാനിങ് കഴിഞ്ഞിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ജനറേഷൻ, അത് കഴിഞ്ഞിട്ട് നമുക്ക് അറ്റാച്ച്മെൻറ്റ്സോ IPR അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്രൊസീജിയേഴ്സ് അതൊക്കെ ചെയ്യാനുള്ളതൊരു 2 to 3 വിസിറ്റ്സിൽ തീരും. എന്ന് പറഞ്ഞാലും നമുക്ക് ത്രൂ ഔട്ട് ദ ട്രീറ്റ്മെൻറ്റ് ഇടയ്ക്കിടയ്ക്ക് ഒരു ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് ഈസ് വെരി ഗുഡ്. ബിക്കോസ് നമുക്ക് എന്ത് ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും ഇതൊരു ഓൺഗോയിങ് പ്രോസസ്സ് ആണല്ലോ. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് റിവ്യൂ ചെയ്ത് പോകാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് ഈസ് വെരി ഗുഡ്. പിന്നെ ഒട്ടും പറ്റാത്ത കേസസിലാണ് നമുക്ക് ഇറ്റ്സ് ഓക്കെ, അത് കഴിയുമ്പോഴാണെങ്കിലും നമുക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ പറയുന്നത്. ബട്ട് ഇറ്റ്സ് ഓൾവേസ് അഡ്വൈസബിൾ ദാറ്റ് ഇഫ് യു ആർ അവൈലബിൾ പ്ലീസ് ഡു കം ഫോർ എ വിസിറ്റ് എന്നുള്ളത് ദാറ്റ് ഈസ് എ ഗുഡ് തിങ്. അത് ഹൗ ഓഫൺ വിസിറ്റ് എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഫിക്സഡ് പീരീഡ് പറയാൻ പറ്റുമോ? മേ ബി ഒരു 2 to 3 months ഇടയ്ക്ക് ഒരിക്കൽ വന്നാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇഫ് ദ ഫേസിങ് എനി ഡിഫിക്കൽട്ടി, അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പോൾ വേണമെങ്കിലും വരാം. സോ ആസ് ഫ്രീക്വൻ്റ്ലി ആസ് യു ക്യാൻ, ദാറ്റ് ഈസ് ബെറ്റർ എന്നൊരു കാര്യമാണ്. ബട്ട് ദെൻ ഇറ്റ് ഈസ് നോട്ട് നെസസറി. നമുക്ക് ബ്രേസസ് പോലെ തന്നെ എല്ലാ മാസവും വന്നാലേ ഇത് വർക്കാകുള്ളൂ എന്നില്ല. ബട്ട് ദെൻ ഇഫ് യു കം, നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് ചെക്ക് ചെയ്ത് പ്രോഗ്രസ്സും പ്രോസസ്സും ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോവാം എന്നുള്ളത് മാത്രമാണ് കാര്യം. ചിലർക്ക് ഇപ്പം നെക്സ്റ്റ് സെറ്റ് ഓഫ് ട്രീസ് ഫിറ്റ് ആവുന്നില്ല എന്നുള്ള ഒരു പരാതിയൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള കേസുകളിലാണെങ്കിലും പിന്നീടാണെങ്കിലും ഡെന്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യണമല്ലോ. അതെ, അത് എന്താ വെച്ചാൽ നമ്മൾ ഒരു ഡിസൈൻ ചെയ്യുന്ന കാര്യമല്ലേ. എല്ലാ കേസസിലും നമ്മുടെ ബോഡി നമ്മൾ ഈ കമ്പ്യൂട്ടറിൽ പറയുന്ന പോലെ തന്നെ മൂവ് ചെയ്യണം എന്നില്ല. ചിലപ്പോൾ ഒരു പല്ലിന് മൂവ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടാവാം. അത് ചിലപ്പോൾ നമ്മൾ പറയുന്ന ഒരു 14 days കൂടുതൽ കുറച്ചുകൂടെ ടൈം ഇടേണ്ടി വരാറുണ്ട് അങ്ങനത്തെ ഒരു ട്രേസ്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ നിങ്ങളുടെ ഡെന്റിസ്റ്റിനെ മസ്റ്റായിട്ട് ഒന്ന് റീച്ച് ഔട്ട് ചെയ്യുക. അവരെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരും. ഇനിയിപ്പോൾ എന്തെങ്കിലും ഫിറ്റിംഗ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ നല്ല അലൈനർ ബ്രാൻഡ്സും അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കാറുണ്ട്. ആ ഫിറ്റ് വെച്ചിട്ട് നമുക്ക് പുതിയൊരു സ്കാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് പോകാൻ പറ്റും. അപ്പം മീൻ വൈൽ ഇപ്പോൾ ആ ഒരു ട്രേ ഫിറ്റ് ആവുന്നില്ല എന്നുള്ള പീരീഡിൽ നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള ആ ട്രേ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുള്ളതും പേഷ്യൻറ്റിന് അവെയർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയല്ലേ അത്? അതെ, പ്രീവിയസ് ട്രേ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം. ഒരിക്കലും നമ്മൾ ഒരു ട്രേ ഫിറ്റ് ആയില്ല, മിസ്സായി എന്ന് വെച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഈ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് അതിൻ്റെ പ്രോപ്പർ റിട്ടൻഷനും കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇടയ്ക്ക് വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഗൈൻ നമുക്ക് ടീത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഒരു പ്രോപ്പർ ഇൻഫർമേഷൻ പേഷ്യൻറ്റിന് ഈ ട്രീറ്റ്മെൻറ്റിന് മുമ്പ് തന്നെ നമ്മൾ കൊടുക്കണം അല്ലേ? യെസ് നമ്മൾ കൊടുക്കാറുണ്ടല്ലോ. നമ്മൾ പ്രോപ്പർ റിട്ടൻഷൻ സഹിതം എല്ലാം നമ്മൾ പറഞ്ഞിട്ടാണ് ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് പേഷ്യൻസ് തന്നെ ചെയ്യുന്ന ഒരു കേസും കൂടെ ആയതുകൊണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് നല്ല കോപ്പറേഷൻ്റെ ഒരു ആവശ്യമുണ്ട്. ബ്രേസസ് ഒക്കെയാണെങ്കിൽ നമുക്ക് തന്നെ ടൈറ്റ് ചെയ്ത് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ അലൈനേഴ്സ് ആകുമ്പോൾ പേഷ്യൻസ് തന്നെ അവരുടെ കോപ്പറേഷനിൽ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പ്രോപ്പർ ടൈമിൽ വെയർ ചെയ്യുക, പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യുക, സ്വിച്ച് ചെയ്യുക, ഇതൊക്കെ തന്നെ ഇറ്റ്സ് വെരി മച്ച്
പേഷ്യൻ്റ് കോപ്പറേഷൻ നീഡഡ് കേസസ്. അതും ട്രാക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ ആപ്പുകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇൻവിസലൈൻ പോലുള്ള ബ്രാൻഡിന് അത് ട്രാക്ക് ചെയ്യാനുള്ള ആപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണല്ലോ. അതെ അതെ അതെ, ഇൻവിസലൈൻ അതിൽ അവർക്ക് തന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇൻവിസലൈൻ പ്രൊവൈഡർ ആയിട്ടുള്ള ഡോക്ടറിന് അവർക്ക് ഡയറക്റ്റ്ലി മെയിൽ ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അവരുടെ ഫോട്ടോസ് സെൻഡ് ചെയ്ത് കൊടുക്കാം. എന്ത് ക്വയറീസ് ഉണ്ടെങ്കിലും നമുക്കൊരു നല്ല സപ്പോർട്ട് സിസ്റ്റം അവൈലബിൾ ആണ്. അപ്പോൾ എന്തുകൊണ്ടും ബ്രേസസ് ട്രീറ്റ്മെന്റിനേക്കാളും നമുക്ക് കൂടുതലും മോണിറ്റർ ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും ഒരു അലൈനർ ട്രീറ്റ്മെന്റ് ആയിരിക്കും അല്ലേ? മോണിറ്റർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻ്റ് അവൈലബിലിറ്റി പോലെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പേഷ്യൻറ്റിൻ്റെ ഡിപ്പെൻഡ്സ് ഓൺ ദ പേഷ്യൻ്റ് കോപ്പറേഷൻ ഓൾസോ. അലൈനേഴ്സ് വാങ്ങിച്ചിട്ട് പോയിട്ട് പിന്നെ വരാത്ത പേഷ്യൻസ് കുറേ പേരുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയുള്ളവർക്ക് അത് നമുക്ക് മോണിറ്റർ ചെയ്യാനൊരു ഓപ്ഷനില്ല. ഇറ്റ് ഡിപ്പെൻസ്, ദർ ഇസ് എവറിഥിങ് ഇസ് അവൈലബിൾ. പക്ഷെ അവർ എത്രത്തോളം അതിനെ മേക്ക് യൂസ് ചെയ്യുന്നുണ്ട്, കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതനുസരിച്ചിട്ടിരിക്കും. ബ്രേസസ് ആണെങ്കിൽ ദാറ്റ് ഇസ് എ മസ്റ്റ്, ബട്ട് അലൈനേഴ്സ് ആണെങ്കിൽ ഇറ്റ് ഡിപ്പെൻസ് ഓൺ യു. ഇഫ് യു ക്യാൻ ഫോളോ ഇറ്റ് അപ്പ് വിത്ത് യുവർ ഡോക്ടർ, ദാറ്റ് ഇസ് എ വെരി ഗുഡ്. പിന്നെ ഡോക്ടറും എപ്പോഴും അവൈലബിൾ ആവുന്ന ഒരു ഡോക്ടറിനെ തന്നെ ചൂസ് ചെയ്യുക. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഫ്രീ ആയിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോക്ടറിനെ തന്നെ ചൂസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്.